തൃശൂർ ആദൂർ കാരേങ്ങൽ സ്വദേശിയായ മുഹമ്മദ് ഹാഷിം എന്ന 24 വയസ്സുകാരൻ. ഈ ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങളുടെ ചിറകരിയപ്പെട്ട ദിവസമായിരുന്നു ഇന്നലെ. 2 വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഹാഷിമിന്റെയും 20 വയസ്സുകാരിയായ സിയ മൈമൂനയുടെയും വിവാഹം കഴിഞ്ഞത്. ഒരുമിച്ച് ജീവിച്ച് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ ദമ്പതികൾ. എന്നാൽ വിധി ഇന്നലെ ദാരുണമായ ഒരു അപകടത്തിന്റെ രൂപത്തിലെത്തി 2 പേരെയും അകറ്റിക്കളഞ്ഞു. തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിയോഗം. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യ സിയയ്ക്ക് ഈ വേദന എങ്ങനെ സഹിക്കാനാകും? ഇന്ന് ദുബായിലേക്ക് പോകാനുള്ള എല്ലാം ഒരുക്കിവെച്ചാണ് ഹാഷിമും ഭാര്യയും കൂടെ സിയയുടെ വീട്ടിലേക്ക് പോകുന്നത്. പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു 2 പേരും. എന്നാൽ വിദേശത്തേക്ക് പോകേണ്ട അതേ ദിവസം തന്നെ ആ വീട്ടിലേക്ക് എത്തിയത് ആ ചെറുപ്പക്കാരന്റെ വെള്ള പുതച്ച ശരീരമാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 4 മണിയോടെ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയിൽ പാഴിയോട്ടുമുറി പാത്രമംഗലം റോഡിന് സമീപം വെച്ചായിരുന്നു അപകടം സംഭവിക്കുന്നത്. വടക്കാഞ്ചേരി ഭാഗത്തുനിന്നും അമിത വേഗതയിൽ വന്നിരുന്ന ഒരു കാറ് പെട്ടെന്ന് നിയന്ത്രണം വിട്ട റോഡിന്റെ എതിർദിശയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. തന്റെ ബൈക്കിൽ ഭാര്യയുമായി ഇടതുവശം ചേർന്ന് വരികയായിരുന്ന ഹാഷിമിന് വണ്ടി വെട്ടിച്ചു മാറ്റാൻ പോലുമുള്ള സമയം ലഭിച്ചില്ല. കാർ അതിശക്തമായി ആ ബൈക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഹാഷിമും സിയയും റോഡിൽ നിന്നും ദൂരേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ തന്നെ ഇരുവരെയും ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. തുടയെല്ല പൂർണ്ണമായും തകർന്ന ഹാഷിമിന്റെ ജീവൻ രക്ഷിക്കാനായി ഡോക്ടർമാർ കഠിനമായി ശ്രമിച്ചു. ഒടുവിൽ ശസ്ത്രക്രിയയിലൂടെ ഹാഷിമിന്റെ ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടിയും വന്നു. തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹാഷിം ഒടുവിൽ ഇന്ന് പുലർച്ചെ 2:30 ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു. അതേസമയം അപകടത്തിൽപ്പെട്ട ഭാര്യ സിയ മൈമൂന ഗുരുതര പരിക്കുകളോടെ ഇപ്പോഴും ആശുപത്രിയിലാണ്. കൈകാലുകളിലെ എല്ലുകൾക്കും ഇടുപ്പെല്ലിനും പൊട്ടലുകൾ സംഭവിച്ച സിയയെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയാക്കിയിരിക്കുകയാണ്. തന്റെ ജീവന്റെ പാതി ഇനി ഒപ്പമില്ല എന്ന വലിയ സത്യം ആ പെൺകുട്ടി പൂർണ്ണമായും അറിഞ്ഞിട്ടില്ല. സന്തോഷകരമായ ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരുപാട് പ്രതീക്ഷകളുമായി യാത്ര തിരിച്ച ആ ചെറുപ്പക്കാരന്റെ അപ്രതീക്ഷിത വേർപാട് ആ കുടുംബത്തെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. റോഡിലെ ഒരു നിമിഷത്തെ അശ്രദ്ധയും അമിതവേഗതയും എങ്ങനെയാണ് മറ്റുള്ളവരുടെ ജീവിതങ്ങളെയും സ്വപ്നങ്ങളെയും തകർത്തെറിയുന്നത് എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സംഭവം.